കർണാടകയിലെ കാർവാർ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ശിവമോഗ, വെസ്റ്റേൺ ഘട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശിവമോഗയിലെ സൂ ആൻഡ് സഫാരി ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മൈസൂരിലെത്തി. മൈസൂരിൽ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടുകളും കവർ ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത കേരളത്തിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിലാണ്. അപ്പോൾ ആ തിരിച്ചുള്ള യാത്ര എന്ന് പറയുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബൈക്ക് റൈഡാണ്. ബൈക്ക് റൈഡ് എന്ന് പറയുമ്പോൾ ഡീസൽ ബുള്ളറ്റിലാണ് നമ്മളെ യാത്ര. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ കൂടെ ഡീസൽ ബുള്ളറ്റിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് പോവാം. ഇത് ജസ്റ്റ് ഒരു ട്രാവൽ വീഡിയോ എന്നതിനുപരി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടെയാണ് കേട്ടോ. കാരണം ഞാൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാവുന്ന ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഈ ഭാഗത്തെ പറ്റിയിട്ട്, മുതുമലയൊക്കെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ റൂട്ടിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഈ റൂട്ട് എന്ന് പറയുമ്പോൾ പലർക്കും അറിയാണ്ടാവും. 2 NH വന്നിട്ട് കൂടിച്ചേർന്നിട്ട് NH 948 ഇത് ഇവിടുന്ന് ഗുണ്ടൽപേട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് കോയമ്പത്തൂരിൽ നിന്ന് തുടങ്ങി ഗുണ്ടൽപേട്ട് വരെ ഇതറിയപ്പെടുന്നത് NH 181 ആണ്. ആ ഗുണ്ടൽപേട്ടിൽ നിന്ന് പിന്നെ അത് NH 948 ആണ്. അതേസമയം തന്നെ ഈ ഗുണ്ടൽപേട്ടിൽ നിന്ന് അടുത്തൊരു NH കൂടെ ഇവിടുന്ന് പോകുന്നുണ്ട് പ്രധാനപ്പെട്ടത്. അത് NH 766. അതിപ്പോൾ നമുക്കറിയണ്ടായിരിക്കും, വയനാട് കോഴിക്കോട് പോകുന്ന റൂട്ടാണ്. ഗുണ്ടൽപേട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വയനാട് കോഴിക്കോട് പോകുന്ന റൂട്ടാണ്. അത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിൽ കൂടെ ഉള്ള റൂട്ടാണത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. NH 948 എന്നാണ് ഇത് ഗുണ്ടൽപേട്ട് മുതൽ ബാംഗ്ലൂർ വരെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റൂട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ മൈസൂരിൽ നിന്ന് വരുന്നവർക്ക് ഫസ്റ്റ് തന്നെ ഉള്ള കാഴ്ച എന്ന് പറയുന്ന ഇത് റൈറ്റ് സൈഡിലുള്ള നമ്മുടെ മൈസൂർ ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. എയർപോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറെക്കുറെ വെസ്റ്റേൺ ഘട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫോറസ്റ്റ് ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുക. വലിയ ടൗണുകളൊന്നും പിന്നെ ഇല്ല, ചെറിയ ടൗണുകൾ ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയുള്ള നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് കൂടെ പോകുന്നൊരു ഫീലാണ് ഗുണ്ടൽപേട്ട് വരെ കിട്ടുക. ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ തിക്ക് ഫോറസ്റ്റിലൂടെയുള്ള ട്രാവലിംഗ് ആണ്. നമ്മൾ ബന്ദിപ്പൂരിൻ്റെ ഉള്ളിൽ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ കാണാനില്ലേ ക്ലാരിറ്റി കുറഞ്ഞത്, മഴ പെയ്തു തുടങ്ങി. പിന്നെ ഏകദേശം ഒരു 10 മിനിറ്റോളം ആ മഴ പെയ്തു. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ്, ഒരു 2-3 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഇതുപോലെ ഇങ്ങനെ ബ്ലറായിട്ടായിരിക്കും കാണുക. മൈസൂർ ടു ഗൂഡല്ലൂർ ഏകദേശം 108 കിലോമീറ്ററാണ് ഉള്ളത്. ആ 108 കിലോമീറ്ററിൽ ഏകദേശം 50-55 കിലോമീറ്ററോളം ബന്ദിപ്പൂറും മുതുമലയും കൂടിയിട്ടുള്ള ടൈഗർ റിസർവ്സാണ്. ബാക്കി 40-49 കിലോമീറ്ററോളമാണ് ഈ നമ്മൾ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ NH 948 ഉള്ളത് കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ ഏകദേശം 50-55 കിലോമീറ്ററോളം നമ്മൾ ബന്ദിപ്പൂറും മുതുമലയും രണ്ടും കൂടെ കൂടിയിട്ട് 55 കിലോമീറ്ററിൻ്റെ യാത്രയാണുള്ളത്. ബൈക്കിലൊക്കെ ആകുമ്പോൾ ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ എടുക്കും.
കാരണം അത് ഒരുപാട് സ്പീഡിലും പോകാൻ കഴിയില്ല. ഇവിടെ കാണുന്നില്ലേ, ഓരോ 1/2 കിലോമീറ്റർ വിട്ടിട്ടും ഇതുപോലെ ഹമ്പുകളാണ്. അത് കാരണം നമുക്കൊരു 35-40 കിലോമീറ്റർ സ്പീഡിലേ പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഈ 50-55 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ എന്തായാലും എടുക്കും. ഈ റൂട്ടിൽ അതുപോലെ നൈറ്റ് ഗതാഗത നിയന്ത്രണമുണ്ട്. 6 to 6 ആണുള്ളത്. അപ്പോൾ നമുക്ക് ബന്ദിപ്പൂരിൽ നിന്ന് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 1 മണിക്ക് മൈസൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. മൈസൂരിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഏകദേശം എന്ത് കവർ ചെയ്ത് പുറത്ത് ചാടിയപ്പോഴേക്ക്, അതായത് ഗൂഡല്ലൂർ എത്തിയപ്പോഴേക്ക് 5 മണി ആവാറായി. ഈ റൂട്ടിലുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കർണാടകയുടെയും അതുപോലെ തന്നെ മുതുമല ടൈഗർ റിസർവ് തമിഴ്നാടിൻ്റെയും ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റൂട്ടിലൂടെയുള്ള കേരളത്തിൽ നിന്ന് വരുന്നവർക്കൊക്കെയുള്ള ട്രിപ്പ് എന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ കൂടെ ഉള്ളവർ കയറി ഇറങ്ങിയിട്ടാണ് ഇത് പോകുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ 55 കിലോമീറ്ററിൽ പകുതിയാണ്. ഏകദേശം 30 കിലോമീറ്ററോളം ബന്ദിപ്പൂർ ടൈഗർ റിസർവും ഇതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് കയറാൻ പോകുന്നത് മുതുമല ടൈഗർ റിസർവാണ്. രണ്ടിനും വ്യത്യസ്ത ചെക്ക് പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ ബന്ദിപ്പൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത സ്റ്റെപ്പായിട്ട് മുതുമല എത്തുമ്പോൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് അവിടെ വേറെയുണ്ട്. ചെക്ക് പോസ്റ്റിൽ നമ്മളെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ പോക്കിൽ. അത് ഈ വീഡിയോൻ്റെ എൻഡിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വേറെ ഒരുപാട് വ്യത്യസ്തതകളുണ്ട് ഈ മുതുമലയും ബന്ദിപ്പൂറും തമ്മിൽ. കാരണം ഈ ബന്ദിപ്പൂർ നമ്മളിപ്പോൾ ഈ പോണ ഏരിയ എന്ന് പറയുമ്പോൾ മുതുമല അപേക്ഷിച്ചിട്ട് കുറച്ചൊരു ഗ്രീനറി കുറവുള്ള ഒരു ഏരിയയാണ്. റോഡിൻ്റെ 2 സൈഡും ശ്രദ്ധിച്ച് തന്നെ നമുക്ക് മനസ്സിലാവും, കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ്. ഇനി മുതുമലാണ് കയറി കഴിഞ്ഞാൽ ഫുൾ ഗ്രീനറിയാണ്, 2 സൈഡും പച്ചപ്പാണ് ഫുള്ള്. വേറൊരു രീതിയാണ്. ഇത് മാത്രമല്ല, ബന്ദിപ്പൂർ എന്ന് പറയുമ്പോൾ അനിമൽ സൈറ്റിങ്സിന് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ടൈഗർ റിസർവാണ് ബന്ദിപ്പൂർ. ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യണത് ബന്ദിപ്പൂർ ടൈഗർ റിസർവാണ് അനിമൽ സൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. കാരണം 150ഓളം കടുവകളുണ്ട്. ബംഗാൾ ടൈഗേഴ്സ് ഉൾപ്പെടെയുള്ള കടുവകളുടെ ഏറ്റവും കൂടുതൽ അനിമൽ ഡെൻസിറ്റി കൂടിയിട്ടുള്ള സഫാരി പാർക്കാണ് നമ്മളെ ബന്ദിപ്പൂർ ടൈഗർ സഫാരി എന്ന് പറയുന്നത്. രണ്ടും 2 ടൈപ്പാണ്. അതുപോലെ തന്നെ മുതുമല എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബൈസൺസ്, എലിഫൻസ് ഒക്കെയാണ്. കാട്ടുപോത്തുകൾ, മാനുകൾ ഒക്കെയാണ് അവിടെ കാണാൻ പറ്റുക. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ ഈ പോണ വഴിക്ക് മുതുമല ചെക്ക് പോസ്റ്റ് എത്തുന്നവരെ 2 ആനയാണ് കണ്ടത്. പക്ഷെ മുതുമല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ശേഷം 2 സൈഡ് നിറയെ മാനുകൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ ആനകൾ, കുരങ്ങന്മാർ, അങ്ങനെ മൊത്തത്തിലൊരു നമ്മൾ സാധാരണ കണ്ടുവരുന്ന അനിമൽസ് ഏറ്റവും കൂടുതൽ കാണുന്നത് മുതുമലയാണ്. മാനുകളിലൊക്കെ ഒരു നല്ല കൂട്ടങ്ങൾ, എവിടെ നോക്കിയാലും മാനെന്ന് പറഞ്ഞ പോലെ ഇരുന്ന് കാഴ്ചയാണ്. പക്ഷേ ബന്ദിപ്പൂർ അങ്ങനെയല്ല. ബന്ദിപ്പൂർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ടൈഗറുകളുടെ അതുപോലെ കടുവകളുടെയൊക്കെ ലെപ്പേർഡ്സിൻ്റെയൊക്കെ സൈറ്റിങ്സിനാണ് ബന്ദിപ്പൂർ ഫേമസ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്.
ഈ റൂട്ടിലുള്ള യാത്ര ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ബൈക്കിൽ തന്നെ പോകണം, ഇല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷനുള്ളത് KSRTCയുടെ ബസ്സുകൾ ഒക്കെയാണ്. അല്ലാണ്ട് കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീല് കിട്ടില്ല. അത് അങ്ങനെയാണ്. അപ്പോൾ അത് പോകുന്നവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഒന്നുകിൽ ബൈക്ക് അല്ലെങ്കിൽ KSRTCയുടെ നമ്മുടെ ബസ്സിലും സീറ്റിങ്ങിന് നല്ല പ്രാധാന്യമുണ്ട്. ബൈക്കാകുമ്പോൾ പിന്നെ ഓക്കെയാണ്. ഈ പോക്കിൻ്റെ ഒരു വൈബ് അവിടെ കിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈ ഡീസൽ ബുള്ളറ്റിൻ്റെ ഒരു ശബ്ദം എല്ലാവർക്കും അങ്ങോട്ട് ഗ്രഹിക്കുമോ എന്നുള്ള സംഭവം എനിക്ക് സംശയമുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാത്തതിന് കാരണം ഇത് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട്, എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സംഭവമാണ് ഈ ഒരു സംഭവം. അപ്പം അത് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. പിന്നെ വീഡിയോ സ്റ്റെബിലൈസേഷൻ കുറവുണ്ട്, അതുപോലെ നമ്മളെടുത്തതിന് ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിൽ കൂടെ ഒരു ചെറിയൊരു എഫക്റ്റ്, നമുക്കൊരു ബൈക്കിൽ പോകുന്ന ഒരു എഫക്റ്റ് അത്രയാണ് ഉദ്ദേശിച്ചുള്ളൂ ഈ വീഡിയോ കൊണ്ട്. ഇതൊക്കെ ഇവിടെ ഒരു സ്റ്റാമ്പ് കണ്ടോ? ഇതിൻ്റെ പുറകിലൊരു കഥ ഉണ്ട്. ഇത് അധികം നിങ്ങൾക്ക് ആർക്കും അങ്ങനെ അറിയാത്തൊരു കഥയായിരിക്കും. കഥയല്ല, ഒരറിവായിരിക്കാം. എന്താ വെച്ചാൽ പണ്ട് മൈസൂർ രാജാവ് 1931 ഈ ബന്ദിപ്പൂർ വൈൽഡ് ലൈഫിൻ്റെ ആദ്യത്തെ പേര് എന്ന് പറയുമ്പോൾ വേണുഗോപാല വൈൽഡ് ലൈഫ് പാർക്ക് എന്നായിരുന്നു. പണ്ടത്തെ മൈസൂർ മഹാരാജാവ് വെറും 90 സ്ക്വയർ കിലോമീറ്ററിൽ അന്ന് അനൗൺസ് ചെയ്തതാണ് ഈ വേണുഗോപാല വൈൽഡ് ലൈഫ് പാർക്ക്. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, അപ്പം ആ സമയത്ത് ഒക്കെ യൂസ് ചെയ്തിരുന്ന സ്റ്റാമ്പാണ് ഈ കാണുന്നത്. 2007 വരെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2007 ആ സമയങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഗൂഗിളിൽ നിന്ന് കിട്ടിയ അറിവ്. അപ്പോൾ ഇതിൽ പിന്നെ പറയേണ്ടത്, ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു, ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് ടൈഗറിന് കീഴിലായി ആണെന്ന്. അത് ആദ്യം വേണുഗോപാല വൈൽഡ് ലൈഫ് പാർക്ക് എന്നായിരുന്നു. അത് 1973 പിന്നീട് അത് പ്രൊജക്റ്റ് ടൈഗറിന് കീഴിൽ വരുന്നത് എങ്ങനെയാണ്? ഒരുപാട് വിസ്തൃതി കൂട്ടിയിട്ട് 800 സ്ക്വയർ കിലോമീറ്ററിലാണ് പിന്നീട് ഇത് ഇപ്പോൾ ഉള്ള ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി മാറിയത്. ഇപ്പോൾ ഇതവിടെ നിർത്താൻ കാരണം വേറൊന്നുമല്ല, അവിടെ 2 പിടിയാനകൾ നിന്ന് മേയുന്നുണ്ടായിരുന്നു. കാരണം കാർ അവിടെ നിർത്തിയത് കണ്ടപ്പോൾ ഞാനവിടെ പോയി നിർത്തി നോക്കിയത്. അപ്പോൾ കുറച്ച് ഉള്ളിലേക്കാണത്. പിന്നെ അത് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അവിടെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് നിയമപരമായ പ്രശ്നം, 2 നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആന ചവിട്ടി കൂട്ടി, അത് വേറൊരു വിഷയം. അങ്ങനെ 2 പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ വണ്ടി സൈഡാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് അങ്ങനെ പോരുക ചെയ്ത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ മുതുമല ചെക്ക് പോസ്റ്റിലെത്തിയിട്ടുണ്ട്. അതായത് ബന്ദിപ്പൂർ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ കയറാൻ പോകണ മുതുമലയിൽ. അപ്പോൾ അതിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെയാണ് ഇനി കാണാൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ അടുത്ത എൻട്രി തമിഴ്നാട്ടിലോട്ടുള്ള എൻട്രിയാണ് മുതുമല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പാട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് കുറച്ച് വ്യത്യസ്തമാണത്. കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് അതിൽ കുറച്ച് മാനങ്ങളുള്ള വീഡിയോസും
കുറച്ച് ഒരു പച്ചപ്പും ഹരിതാഭയും ഒക്കെ വരും. അതാണ് മുതുമലയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് പോകണം. ഓക്കെ, താങ്ക് യു.